എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഈ ഗ്രഹങ്ങളുടെ തേജസ് കൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ കുജൻ, അതായത് ചൊവ്വയെ കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കുജനെന്ന ഗ്രഹം പിത്തം, മജ്ജ, ഉഷ്ണത, രൂക്ഷത, കപാലം, നാസിക, സ്നായുമണ്ഡലം, ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗം, കോശം, ശാരീരിക ശക്തി ഇത്യാദികളെ പ്രഭാവിതമാക്കുന്ന ചൊവ്വയാണ്. അപ്പം ചൊവ്വ ബലവാനാണെങ്കിൽ ജാതകൻ്റെ അസ്ഥികൾക്ക് ബലമുണ്ടാവും. ചൊവ്വ ദോഷമായിട്ട് നിന്നാൽ രക്തദോഷം, നാഡീസംബന്ധമായിട്ട് ഉള്ള രോഗങ്ങൾ, പിന്നെ കുഷ്ഠം, ശോധന, അണ്ഡവൃദ്ധി, കഫദോഷം, പിത്ത, വായുദോഷം എന്നിവ ഉണ്ടാക്കാനുള്ള സാധ്യത ചൊവ്വയ്ക്ക് പറയുന്നുണ്ട്. അടുത്തത് ബുധനെന്ന ഗ്രഹമെന്ന് പറയുമ്പോൾ നാവ്, കണ്ഠനാളം, കഫം, പിത്തം, വായു തുടങ്ങിയ അവകളെയും ധാതു, മജ്ജ, മുഖം, തലമുടി, കൈത്തലം ഇത്യാദികളെയും പ്രഭാവിതമാക്കുന്നതാണ്. കൂടാതെ ബുധൻ അന്യഗ്രഹങ്ങളോട് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹങ്ങളുടെ കാര്യങ്ങളെയും ശാരീരിക അംഗങ്ങളെയും പ്രഭാവിതമാക്കുന്നു എന്ന് പറയണം. ബുധൻ ബലവാനാണെങ്കിൽ ജാതകൻ സുന്ദരനായിട്ടും ചർമ്മരോഗങ്ങളില്ലാത്തവനുമായിരിക്കും. ദോഷമായി നിന്നാൽ ത്രിദോഷങ്ങൾ, സ്വരവൈകല്യം, വിഷമജ്വരം, മോഹാലസ്യം, പാണ്ട്, മഞ്ഞപ്പിത്തം, കുഷ്ഠം, ഗ്രഹണി, വയറുവേദന, മന്ദാഗ്നി, വായുക്ഷോഭം, ഉദരരോഗം, ഗുഹ്യരോഗം, കണ്ഠരോഗങ്ങൾ, വസ്തി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, സ്നായുരോഗം, ന്യൂമോണിയ, അപസ്മാരം തുടങ്ങിയവ എല്ലാം ഈ ബുധൻ നീചത്തിൽ ആണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ വിവരമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അടുത്തത് ഞാൻ അടുത്ത എപ്പിസോഡിൽ വ്യാഴം മുതലുള്ളതിനെ പറയുന്നതായിരിക്കും. ഹരിയും ഹരിയും ഹരിയും.